ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ആളുകൾ തമ്മിൽ തല്ലുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഓർത്തിരിക്കണം, അങ്ങ് 1888 അരിയൂപ്പുറത്ത് എഴുതി വെച്ച ഒരു ദിവ്യമന്ത്രമുണ്ട്. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ആ കാലഘട്ടത്തെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും ഭേദങ്ങളെല്ലാം മാറ്റിയിട്ട് സകല ജനങ്ങളും ഒരേ ഒരമ്മ പെറ്റ സഹോദരീ സഹോദരങ്ങളെപ്പോലെയാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായി തീരട്ടെ എന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ കാണുന്ന പുരോഗതികളൊക്കെ ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നെല്ലാവരും പറയാറുണ്ട് കേരള മോഡൽ എന്ന് പറഞ്ഞ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവകാശപ്പെടുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ നേട്ടമാണ് എന്ന്. എന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന മറ്റ് സ്റ്റേറ്റുകളിൽ എന്തുകൊണ്ട് കേരളം പോലെയുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല? എന്തുകൊണ്ട് അവിടെയൊക്കെ കേരള മോഡൽ പോലെയുള്ള ഒരു സംസ്കാരം ഉടലെടുത്തിട്ടില്ല? എന്തിന്? ഒരു കാലഘട്ടത്തിൽ യുവസന്യാസിയായ വിവേകാനന്ദ സ്വാമികൾ അന്നത്തെ മലബാറിൽ വന്നിട്ട് പറഞ്ഞത്, മലബാറിലുള്ളവരെല്ലാം ഭ്രാന്തന്മാരാണ്, ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റിയത് ആരാണ്? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രീനാരായണ ഗുരുദേവനോട് നമ്മൾ കൃതജ്ഞതയുള്ളവരായിട്ട് മാറണം. ആ കൃതജ്ഞതയുടെ കാര്യം പറയുമ്പോഴാണ് 1936 ആദ്യമായിട്ട് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നത്, അല്ലേ? ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് ഇപ്പോഴും ഓരോരുത്തർ പറയുന്ന കേൾക്കും. എന്താണ് അത്? തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദാര്യമാണ്. അവർ നമുക്ക് തന്ന ഔദാര്യമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുവാൻ അവർ തന്ന ഔദാര്യം കൊണ്ടാണ് നമുക്ക് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പ്രവേശിക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു സത്യം മനസ്സിലാക്കണം. ഭാസ്കരൻ ഉണ്ണിസാറിൻ്റെ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, 1928-30 കാലഘട്ടത്തിൽ 30-35 കാലഘട്ടത്തിൽ നമ്മുടെ ചേർത്തലയിലുള്ള ക്ഷേത്രത്തിൻ്റെ പേര് വേളോർവട്ടം ക്ഷേത്രം. ഈ വേളോർവട്ടം ക്ഷേത്രത്തിലെ ആളുകൾ ഒരു പരാതി രാജാവിനെ അയക്കുന്നുണ്ട്. പരാതി ഇങ്ങനെയാണ്: ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ പിതാമഹന്മാരൊരു തീരുമാനമെടുത്തു, നമ്മളെ കയറ്റാത്ത ക്ഷേത്രങ്ങളിൽ നമുക്ക് പ്രവേശിക്കണ്ട, നമുക്ക് ക്ഷേത്രം ത്യജിക്കാം. ക്ഷേത്രം ത്യജിക്കുവാൻ അവർ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ക്ഷേത്രങ്ങളിലൊന്നും വരുമാനമില്ല. അവർ പരാതി ദിവാന് കൊടുക്കുന്നുണ്ട്. എന്താണ്? ഈ ക്ഷേത്രങ്ങളിൽ അന്തിത്തിരി തെളിക്കാനുള്ള വരുമാനം പോലുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദിവാൻ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം. ആ സമയത്താണ് പത്തനംതിട്ടയിൽ മാടമൻ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ട് അന്നത്തെ നമ്മുടെ SNDP യോഗത്തിൻ്റെ സമാദരണീയനായ നേതാവ് സി കേശവൻ ഒരു കാര്യം പറഞ്ഞു: ഞങ്ങളെല്ലാവരും കൂടി നേരെ ക്രിസ്തു മതത്തിൽ ചേരാൻ പോവുകയാണ്. വെറും ക്രിസ്തു മതമല്ല, നല്ല ഒന്നാന്തരം ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായി ഞങ്ങൾ മാറുവാൻ പോവുകയാണ് എന്നൊരു പ്രഖ്യാപനം നടത്തി. ഈ വിവരവും ദിവാൻ അറിഞ്ഞു. ദിവാൻ രാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജാവേ, ഈ നമ്മളുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷം വരുന്ന ഇവരെല്ലാവരും കൂടെ പോയി ക്രിസ്തുമതം സ്വീകരിച്ചാൽ നമ്മളുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വരുമാനമില്ലാതെ വരും, നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. ഇവരൊക്കെ ബ്രിട്ടീഷുകാരുടെ ആൾക്കാരായിട്ട് മാറും. അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം, ഈ ക്ഷേത്രങ്ങളെല്ലാം എല്ലാവർക്കും വേണ്ടി അങ്ങ് തുറന്നു കൊടുക്കാം. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറും. അപ്പോൾ ഇവരെല്ലാവരും എന്തു ചെയ്യും? നമ്മുടെ പുരോഹിതന്മാരുടെ, ബ്രാഹ്മണരുടെ അടിമകളായിട്ട് മാറും. ആ കുബുദ്ധിയുടെ ഫലമാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായത്. അതടുത്ത വർഷം തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ചരിത്രം പറയുന്നു 1937 ശിവരാത്രി നാളിൽ അരുവിപ്പുറത്ത് വളരെ ആളുകൾ കുറവായിരുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ അഴീക്കോടൻ മാഷ് പറഞ്ഞു, വേറൊന്നുമല്ല, നമ്മുടെ ആളുകൾ പൂണൂലിട്ട ശിവനെ തപ്പിപ്പോയതാണ് എന്ന്. സത്യമാണ്. നമുക്കിന്നും ഇത്തരം ക്ഷേത്രങ്ങളിലേക്ക് പോകുവാനാണ് താല്പര്യം. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പ്രവേശിക്കുവാൻ അവസരമുണ്ടാക്കി തന്ന സാക്ഷാൽ പരബ്രഹ്മസ്വരൂപൻ നമുക്കുണ്ടായിട്ടും നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, 888 മുൻപ് വരെ എന്തുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റിയില്ല? അല്ലെങ്കിൽ 1936 മുൻപ് വരെ എന്തുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് കയറുവാൻ പറ്റിയില്ല? അന്ന് എന്തുകൊണ്ട് അവിടെ നിന്ന് അഷ്ടമംഗല്യ പ്രശ്നങ്ങളിലൊക്കെ നമ്മളെ ഓരോരുത്തരെയും അതിൻ്റെയൊക്കെ വിളിച്ചു കയറ്റണമെന്ന് അവിടുത്തെ ദേവൻ പറഞ്ഞില്ല? ഒറ്റ
ദേവൻ മാത്രമേ പറഞ്ഞുള്ളൂ, നമ്മൾ ആരിലും വ്യത്യസ്തരല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് രംഗപ്രവേശനം ചെയ്യണം, അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തന്ന ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ പരമദൈവം തന്നെയായിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെക്കുറിച്ച് പഠിക്കണം. ഭഗവാനെക്കുറിച്ച് പഠിക്കുവാൻ ഏറ്റവും നല്ല വഴി, ഏറ്റവും നല്ല ജീവചരിത്രം ഭഗവാന്റെ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ എഴുതി തന്ന 64 പരം കൃതികളാണ്. വിവിധ കൃതികൾ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ആ കൃതികൾ നമ്മൾ പഠിക്കണം. എങ്ങനെ പഠിക്കണം? നല്ല ഈണത്തിൽ ചൊല്ലി പഠിക്കണം. എന്താണ് അതിൻ്റെ പ്രത്യേകത? ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മന്ത്രദ്രഷ്ടാവാണ്. മന്ത്രം എഴുതി തന്നിട്ടുള്ള ആളാണ്. ഭഗവാൻ എഴുതി കൊടുത്ത ഹോമമന്ത്രം, ഹോമം ചെയ്യാൻ വേണ്ടി ഹോമമന്ത്രം എഴുതി കൊടുത്തപ്പോൾ ആര്യ സമാജത്തിൻ്റെ ആളുകൾ പറഞ്ഞത് ഇത് വേദത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഏതോ മന്ത്രങ്ങളാണ് എന്നാണ്. അതല്ല, നാം എഴുതിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ആ മന്ത്രദ്രഷ്ടാവായ ഭഗവാന്റെ പ്രത്യേകത, നാശമില്ലാത്ത അക്ഷരങ്ങളെ, ക്ഷരമില്ലാത്ത അക്ഷരങ്ങളെ ഒരുമിച്ച് ചേർത്ത് വാചകങ്ങൾ ഉണ്ടാക്കി ആ വാചകങ്ങളെ ചേർത്ത് മന്ത്രസമാനമായി ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് രചിച്ചു തന്നു. അതിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങളൊക്കെ ആപ്പിൾ കഴിക്കുന്ന ആൾക്കാരാണോ? ആപ്പിളിൻ്റെ പ്രത്യേകത എന്താണ്? അത് വൈറ്റമിൻ സമ്പുഷ്ടമാണ്. ദിവസവും ഒരു ആപ്പിൾ കഴിക്കുന്ന ആൾക്ക് ഡോക്ടറെ അകറ്റി നിർത്താൻ പറ്റുമെന്ന് ആധുനിക ശാസ്ത്രം പോലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പിൾ കയ്യിൽ കിട്ടിയാൽ അതിന് മധുരമുണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? അതിൽ വൈറ്റമിൻ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് എവിടെ ഇരിക്കുന്നതെന്ന് നമുക്കറിയാമോ? ഇത് കണ്ടിട്ടല്ല നമ്മൾ കഴിക്കുന്നത്, അല്ലേ? ആപ്പിളിന് മധുരമുണ്ട്, വില കൂടുതലാണ്, എങ്കിലും കിട്ടിയാൽ നമ്മൾ ചവച്ച് തിന്നാൻ ശ്രമിക്കും, അതിൻ്റെ മധുരം. പക്ഷെ ആപ്പിൾ വിചാരിക്കാറുണ്ടോ, ഇവൻ എൻ്റെ എയും ബിയും ഒക്കെ എടുക്കുന്നത് എവിടെയാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇവൻ്റെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഒന്നും കയറ്റേണ്ട എന്ന് ആപ്പിൾ വിചാരിക്കാറുണ്ടോ? ഇല്ല. ആപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അതിലെ വൈറ്റമിൻസ് കയറി ചെല്ലും എന്ന് പറഞ്ഞതുപോലെയാണ് ശ്രീനാരായണ ഗുരുദേവൻ എഴുതി തന്ന കൃതികൾ ദിവസവും നിങ്ങൾ പാരായണം ചെയ്താൽ ആ മന്ത്രത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഗൃഹത്തിൽ പ്രതിധ്വനിക്കും. അതിൻ്റെ ശക്തി നിങ്ങളുടെ ഹൃദയത്തിലൂടെ, നിങ്ങളുടെ തലച്ചോറിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്കും പ്രവേശിക്കും. അങ്ങനെ നിങ്ങൾക്ക് ശക്തരായി മാറുവാൻ സാധിക്കും. ശ്രീനാരായണ ഗുരുദേവൻ എഴുതി തന്ന കൃതികളിലൂടെ നമ്മുടെ കുട്ടികളെ സഞ്ചരിപ്പിച്ചാൽ അവർക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം വർദ്ധിക്കും, ശ്രീനാരായണ ഗുരുദേവനോടുള്ള ഭക്തി വർദ്ധിക്കും. ഉദാഹരണം പറഞ്ഞാൽ പിണ്ടനന്ദി എന്ന് പറയുന്ന കൃതി നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പിണ്ടത്തിന് കാത്തു സൂക്ഷിച്ച സാക്ഷാൽ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഭഗവാൻ എഴുതി തന്ന കൃതിയാണ്. അദ്ദേഹത്തെ ആദ്യത്തെ 4 വരി എങ്ങനെയാണ്? ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുവൻ പൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയനിതൊക്കെയുമങ്ങു ശംഭോ. ഈ ഒരു കൃതി നമ്മുടെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തി ചൊല്ലിക്കൊടുത്തിട്ട് അറിയാവുന്ന പോലെ ആ കുട്ടികൾക്ക് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് മനസ്സിലാകും, ഞാൻ വെറും പിണ്ഡമായിട്ട് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന സമയത്ത് എന്നെ സംരക്ഷിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. സാക്ഷാൽ ഈശ്വര കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ രൂപത്തിൽ നിൽക്കുന്നത് എന്ന സത്യം അവന് മനസ്സിലാക്കി കൊടുക്കുന്ന കൃതിയാണ് പിണ്ടനദി എന്ന് പറയുന്നത്. ഞാൻ വിശന്ന് നിലവിളിച്ചപ്പോൾ, എൻ്റെ അമ്മയൊന്ന് ചരിഞ്ഞു കിടന്നിരുന്നെങ്കിൽ, എൻ്റെ അമ്മയൊന്ന് കമിഴ്ന്ന് കിടന്നിരുന്നെങ്കിൽ, എൻ്റെ അമ്മയൊന്ന് ചാടിത്തുള്ളിയിരുന്നെങ്കിൽ ഈ കാണുന്ന ഞാനുണ്ടാകില്ല എന്ന സത്യം നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന കൃതിയാണ് പിണ്ടനദി. ഞാൻ വിശന്ന് കരഞ്ഞപ്പോൾ അന്ന് ഇന്നത്തെ പോലെ പാഴ്സൽ സർവീസുകാരുണ്ടായിരുന്നില്ല, ഹോട്ടലുകാരുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ കഴിച്ച പോഷകാംശമുള്ള ഭക്ഷണം പൊക്കിൾക്കുടിയിലൂടെ ഞാൻ വലിച്ചു കുടിച്ചാണ് ഞാൻ ഈ രൂപത്തിലെത്തിയത് എന്ന സത്യം അവന് മനസ്സിലാക്കി കൊടുക്കുന്നത് ആ കൃതിയിലൂടെയാണ്. പിണ്ടനന്ദി പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്കൊരിക്കലും അമ്മയെയും അച്ഛനെയും തള്ളി പറയാനാവില്ല. പക്ഷെ നമ്മൾ അവർക്കതിന് അവസരം കൊടുത്തിട്ടില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു കഷ്ടം വരുമ്പോൾ, ഒരവസ്ഥ വരുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് പിണ്ടനദിയിലെ ആദ്യത്തെ 4ാമത്തെ വരി കടന്നു വരും. എന്താണ്? കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയനിതൊക്കെയുമങ്ങു ശംഭോ. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് ഇങ്ങോട്ട് എന്നെ പറഞ്ഞു വിട്ട ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹത്താൽ അങ്ങയുടെ കൽപ്പന പോലെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സംസാര സാഗരം കടന്നുകൂടുവാൻ അങ്ങയുടെ അനുഗ്രഹം എനിക്കുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വേദനകളിലും കഷ്ടപ്പാടുകളിലും
അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മുന്നോട്ട് പോകുവാൻ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് ഞാൻ അർത്ഥിക്കുകയാണ്. ഇത്തരം വരികളല്ലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഇത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്താലല്ലേ അച്ഛനാരാണ്, അമ്മയാരാണ്, ഈശ്വരനാണ് ആരാണ് എന്ന സത്യം അവരുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഇതിനൊന്നും കഴിയാതെ, ഇതൊന്നും ചെയ്യാതെ മടിയന്മാരായി ഇരുന്നു കൊണ്ട് കുട്ടികൾ വഴിതെറ്റി പോകുമ്പോൾ നെഞ്ചത്തലത്ത് നിലവിളിക്കുന്നതിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യവുമില്ല. എല്ലാം നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നതിനുള്ളൂ. ഇത് പകർത്തിയെടുക്കേണ്ടതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമ എന്ന് പറയുന്നത്.